കൊല്ലം വെളിനെല്ലൂർ പഞ്ചായത്തിലെ മുളയറച്ചാൽ മാലിന്യ പ്ലാന്റിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. കോഴി മാലിന്യവുമായി എത്തിയ വാഹനം തടഞ്ഞ് പുലർച്ചെ മുതൽ പ്രദേശത്ത് ശക്തമായ പ്രതിഷേധമാണ്. ശുചിത്വ മിഷൻ ജില്ലാ ഉദ്യോഗസ്ഥരെയും നാട്ടുകാർ തടഞ്ഞു. എം മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, ഇപ്പോഴെന്താണ് അവിടെ സാഹചര്യം? വീണ, മുളയറച്ചാൽ മാലിന്യ പ്ലാന്റിലേക്ക് ഇന്ന് മാലിന്യമായി എത്തിയ, അതായത് പുലർച്ചയോടുകൂടി 2 വാഹനങ്ങളിലാണ് മാലിന്യം കൊണ്ടുവന്നത്. അതിനെ ഇവിടെയുള്ള നാട്ടുകാർ ചേർന്ന് തടയുകയായിരുന്നു. ആ സമയത്ത് പോലീസുമായി വലിയ തരത്തിലുള്ള ഒരു ബലപ്രയോഗമുണ്ടായി. പോലീസുകാരൊക്കെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടുന്ന നാട്ടുകാരെ ബലപ്രയോഗത്തിലൂടെ ഇവിടെ നിന്ന് മാറ്റിയെന്നാണ്. അതിനുശേഷം ഈ 2 വാഹനങ്ങളും ഇവിടെ നാട്ടുകാർ തടഞ്ഞിട്ടു. പുലർച്ചെ മുതൽ തന്നെ ഈ ഒരു പ്രതിഷേധം, ജനകീയ പ്രതിഷേധം തുടരുകയാണ്. സ്ത്രീകൾ ഉൾപ്പെടെ ഇവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഈ വാഹനങ്ങൾ എത്രയും വേഗം ഇവിടെ നിന്ന് മാറ്റണമെന്ന് തന്നെയാണ് ആവശ്യം. പോലീസ് തർക്കത്തിലേർപ്പെടുന്നു. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു സമരത്തിലേക്ക് തന്നെയാണ് ജനങ്ങളൊക്കെയും പോകുന്നത്. കഴിഞ്ഞ കുറേ ദിവസമായി തന്നെ ഈ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുകയാണ്. എന്താണ് ഇപ്പോൾ നിലവിലത്തെ ഒരു സാഹചര്യം? നാട്ടുകാരൊക്കെ തന്നെ വലിയ പ്രതിഷേധത്തിലാണ്. അതെ, അതായത് ഈ പ്ലാന്റ് ഇവിടുന്ന് പൂട്ടിയാൽ മാത്രമേ ഇതിന് പരിഹാരമാവൂ. ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ ലൈവായിട്ട് കാണുന്നേ, അത്രയും ദുർഗന്ധം വമിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും വളരെയധികം ദുർഗന്ധം തന്നെയാണ് ഈ മേഖലയിലൊക്കെ. ഇവിടെയൊക്കെ ജീവിക്കുന്ന നാട്ടുകാർ അവർ തന്നെയാണ് ഈ ഒരു പ്രതിഷേധത്തിന് മുൻകൈ എടുക്കുന്നത്. നമ്മളോടൊപ്പം ഇവിടെയുള്ള ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ BJPയുടെ മണ്ഡലം പ്രസിഡന്റ് കൂടെ ചേരുകയാണ്. എന്താണ് നിലവിലെ സാഹചര്യം? തീർച്ചയായും നമുക്ക് വളരെ വേദനാജനകമാണ്. കാരണം ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടി, ഇത്രയും ദുർഗന്ധം ഇവിടെ നിൽക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത്രയും ജനങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടിക്കുന്ന ഈ ഒരു പ്ലാന്റ് വേണമെങ്കിൽ അത് എത്രയും വേഗം അത് അടച്ചു പൂട്ടാനുള്ളൊരു നടപടി ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. കാരണം ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ ജനപ്രതിനിധികളും എല്ലാവരും ഈ സമരത്തിന് വേണ്ടിയിട്ട് മുന്നിൽ തന്നെയുണ്ട്. ഇവിടുത്തെ അമ്മമാരുടെ കരച്ചിലും കണ്ണുനീരും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോലും അത് നോക്കി നിൽക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് ദുർഗന്ധം വമിക്കുന്ന ഒരു രീതിയിലാണ് ഈ പ്ലാന്റിൻ്റെ പ്രവർത്തനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ നിബന്ധനകൾ പാലിക്കാതെ അല്ലെങ്കിൽ അവർ വേണ്ട നിർദ്ദേശങ്ങൾ പാലിക്കാതെ നടത്തിക്കൊണ്ട് പോകാനാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതിനെതിരെ ശക്തമായ നടപടിയാണ് നാട്ടുകാർ സ്വീകരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് നിൽക്കേണ്ടി വരും. കാരണം ഇത്തരത്തിലൊരു പ്ലാന്റ് ഇവിടെ വേണമോ വേണ്ടമോ എന്ന് ഗവൺമെൻറ് തന്നെ തീരുമാനിക്കണം. തീർച്ചയായും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ദൃശ്യങ്ങളിലൊക്കെ സ്ത്രീകളൊക്കെ തന്നെ ഈ ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം. എന്തായിരുന്നു നിലവിൽ ഈ വാഹനങ്ങൾ ഇവിടുന്ന് മാറ്റണം ഈ വനിതാ പോലീസ് ഉണ്ടായിരുന്നോ? എങ്ങനെയാ? വനിതാ പോലീസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആക്രമിച്ച്, ഞങ്ങളുടെ സ്ത്രീകളെ ആക്രമിച്ച് ദൃശ്യങ്ങളുണ്ട് ഇവിടെ. ഞങ്ങൾ ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഈ കാണുന്ന ദൃശ്യം കാണുന്നുണ്ടല്ലോ നിങ്ങൾ, നാറ്റം നമുക്ക് ആർക്കും ഇതാക്കി കൊടുക്കാൻ പറ്റുന്നില്ല. അത് അനുഭവിച്ചാലേ അറിയത്തുള്ളൂ. ഞങ്ങൾ 4 വർഷം കൊണ്ട് ഞങ്ങൾ കടന്ന് അനുഭവം. ഇനി ഞങ്ങളുടെ നാട്ടിൽ ഒരു തുള്ളി വേസ്റ്റ് ഈ പ്ലാന്റിലോട്ട് കയറത്തില്ല, കേട്ടാൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല. സമരമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിനാണ് കുട്ടികളൊക്കെ നിരവധിയായിട്ടുള്ള പ്രദേശം കൂടെയാണ്. അപ്പോ അല്ലാതെ ഇഷ്ടം പോലെ കുട്ടികളുള്ള പഠിക്കുന്ന പിള്ളേരുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും മക്കളും കൊച്ചുമക്കളും ഉള്ളവർ. അവർക്ക് ഇനി വരും തലമുറകളിൽ അവർക്ക് പഠിക്കണ്ടേ? അവർ ചോദിക്കൂലേ നമ്മളോട് എന്തുകൊണ്ട് നമ്മൾ ജീവിച്ചിരുന്നപ്പോ എടുത്ത് കളഞ്ഞില്ല എന്ന്? നമ്മൾ എന്ത് മറുപടി നമ്മൾ മക്കളോട് നമ്മൾ പറയുക? പുലർച്ചെ മുതൽ ഇവിടെ ഇരിക്കുകയാണ്. ഇന്നലെ രാത്രി 12 മണി തൊട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുക. രാത്രി 12 മണി തൊട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടില്ല, ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല, ഗുളിക പോലും ഞങ്ങൾ കഴിച്ചിട്ടില്ല. എന്താ പറയുന്നത് ഇവിടെ എത്തുന്ന അധികൃതരൊക്കെ? എല്ലാരും ഇതെടുത്ത് മാറ്റണമെന്നാ പറയുന്നത്. ഇനി മാലിന്യ പ്ലാന്റ് ഇവിടെ വേണ്ട നമുക്ക്. എന്തോന്നാ മാലിന്യ പ്ലാന്റ്? ഇപ്പൊ തന്നെ നമ്മൾ എത്ര സമയം കൊണ്ട് എടുത്തിട്ട് ഇതിനൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ലല്ലേ? ഈ അലപ്പ വിളിയോ അല്ലാതെ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ പോലീസ് എത്തിയ സമയത്ത് കഴിഞ്ഞ ദിവസം ഇവിടെ ആക്രമിച്ചിരുന്നോ? അതെ, പിന്നെ പോലീസുകാരെ ഒന്നും ആക്രമിച്ച് ആരും ഉണ്ടായിരുന്നില്ല. അന്നേരം പിന്നെ വിളിച്ചു പറഞ്ഞ ആൾക്കാരെല്ലാവരും ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത്. വാഹനം തടയാൻ ആരൊക്കെ ഉണ്ടായിരുന്നു ആദ്യം? ഞങ്ങൾ ഒരു 5-6 പേരെ, ഒരു 4 ലേഡീസും 2-3 7 ആണുങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അവരുണ്ടായിരുന്നില്ല, ലേഡീസാണ് 4 പേര് വന്നത്. എന്തായാലും അത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഈ വാഹനങ്ങൾ ഇപ്പോൾ തടഞ്ഞിരിക്കുന്ന പേര് എല്ലാവരും എത്തിയിരുന്നു. ഞങ്ങളിത് പറഞ്ഞ് വിളിച്ച് ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും അറിയിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് എല്ലാവരും ഇവിടെ എത്തിച്ചു. ഇതൊരു തീരുമാനമായിട്ട് മാറ്റമുള്ളൂ, ഞങ്ങൾക്ക് മാറ്റമുള്ളൂ. അതിന് ശേഷം ഞങ്ങൾ മാറുന്നുള്ളൂ. ഇത് മാറ്റിയാൽ മാത്രം മതി, വേറൊരു തീരുമാനമില്ല. ഈ നാട്ടിലത് നമുക്ക് വേണ്ട എന്നുള്ളതാണ് കാര്യം. അല്ല, അതിനകത്തൊരു മാറ്റമില്ല. അത് രാവിലെ അവർ പറഞ്ഞു. പക്ഷേ ഇച്ചിരി താമസിക്കുന്നത്, ഇത് കൊണ്ടുപോകാൻ ഇച്ചിരി പ്രൊസീജിയർ ഉണ്ട്. അതുകൊണ്ടാണ് താമസിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവർക്കെല്ലാം മനസ്സിലാവുന്നില്ല. കാരണം ഈ വന്നിരിക്കുന്ന പല ആൾക്കാരും ഇന്നലെ 5 മണി മുതൽ ജില്ലാ കളക്ടർ, പാർട്ടിയോ അടക്കം, പഞ്ചായത്തിന്റെ ജോയിന്റ് ഡയറക്ടർ അടക്കം, ശുചിത്വ മിഷന്റെ ആളുകളും എല്ലാവരും ഉണ്ട്. ഈ പ്ലാന്റ്, ഇവിടുത്തെ സമരസമിതിയുടെ തീരുമാനം അനുസരിച്ച് ഈ പ്ലാന്റ് ഇന്നു മുതൽ പ്രവർത്തനമില്ല.
ആ പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. അത് ജില്ലാ ഭരണകൂടം അംഗീകരിച്ചിട്ടുണ്ട്. താൽക്കാലികമായി സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാം എന്നാണ് കാര്യം. ഇത് ഒരു കാരണവശാലും ഇത് പ്രവർത്തിക്കാൻ കഴിയില്ല, പ്രവർത്തിക്കാൻ അനുവദിക്കത്തില്ല. അതിന് ബന്ധപ്പെട്ട ആളുകൾ യഥാർത്ഥത്തിൽ അതിന് അനുസൃതമായ റിപ്പോർട്ട് ഇന്ന് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ കുറെ കാലമായിട്ട് തന്നെ ഒരു സമരവുമായിട്ട് കളക്ടറേറ്റിൽ തന്നെ എത്തിയിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഈ വാഹനങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അതെ, അതിന് ഒരു കാരണവശാലും നമ്മൾ യഥാർത്ഥത്തിൽ ഈ പ്ലാന്റ് പ്രവർത്തിക്കാൻ അനുവദിക്കത്തില്ല. ഇവിടുന്ന് ഈ മാലിന്യം എത്രയും പെട്ടെന്ന് യഥാർത്ഥത്തിൽ 10 മിനിറ്റകം കൊണ്ടുപോകുമെന്നാണ് ബന്ധപ്പെട്ടവർ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ഇതുവരെയും ഈ വാഹനങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല. വലിയ തരത്തിലുള്ള ഒരു ദുർഗന്ധം തന്നെയാണ്. രാവിലെ മുതൽ ഈ ദുർഗന്ധം സഹിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഇത് പൊളിച്ചോണ്ട് പോണം, ഇത് നിർത്തിയ പോലെ പൊളിച്ചോണ്ട് പോണം, വയനാട്ടിലേക്ക് കൊണ്ടുപോകണം. ഇതിവിടെ വേണ്ട. ഇത് പൊളിച്ചോണ്ട് പോണം. ഇത് ചെയ്യാനേ ഞങ്ങൾ നിൽക്കുന്നത്. ഇത് പൊളിച്ചോണ്ട് പോയാൽ മാത്രം മതി. ഞങ്ങൾക്ക് ഇനി ഇവിടെ ചെയ്യാനും വേണ്ട, തടയാനും ഒക്കത്തില്ല. ഇത് പൊളിച്ചോണ്ട് പോകണം. ഈ ഒരു മാലിന്യ പാറ്റ് ഇവിടെ വേണ്ട. എല്ലാ ദിവസവും ഞങ്ങൾ ഇത് വണ്ടി ഇടാനായിട്ട് സ്ത്രീകളും കുഞ്ഞുങ്ങളും ഇറങ്ങി റോഡിൽ നിൽക്കാൻ പറ്റും. ഞങ്ങൾ പല ആവർത്തിയും വണ്ടി തടഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ഉറക്കം കഴിയാൻ പറ്റില്ല. ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങണം. ഇതിന്റെ അധികാരികളും ഈ മുതലാളിമാരും സമാധാനമായിട്ട് ഉറങ്ങുന്നവർക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ ഉള്ളതും കഴിച്ചുകൊണ്ട് കിടക്കണം. ഇനി യാതൊരു കാരണവശാലും ഈ പ്ലാന്റ് പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. ഈ വേസ്റ്റ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റണം. ബന്ധപ്പെട്ട അധികാരികൾ ഈ പ്ലാന്റ് ഇവിടുന്ന് മാറ്റിക്കൊണ്ടുപോകാനുള്ള ഇത് നടപടി അവർക്ക് സ്വീകരിച്ചു കൊടുക്കണം. ഞങ്ങൾക്ക് ഇനി എന്നും ഞങ്ങൾ ഇതിന്റെ പുറകെ നടക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ പല അസുഖങ്ങളുള്ളവരാ. പിഞ്ചു മക്കൾക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന ഞങ്ങളോടൊപ്പം കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ഞങ്ങൾ വന്ന. വീട്ടിൽ കിടത്താൻ കുഞ്ഞുങ്ങൾക്ക് പേടി, ഒറ്റയ്ക്ക് കിടക്കാതെ കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഇന്ന് രാവിലെ എങ്ങനെയെങ്കിലും 9 മണിയായപ്പോൾ അവർ സ്കൂളിൽ പറഞ്ഞു വിട്ട്. ഇന്ന് വൈകിട്ട് വരുമ്പോൾ വീണ്ടും ഈ ദുർഗന്ധമാണ് അവർ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് ഈ പ്ലാന്റ് ഇവിടെ വേണ്ട. ഈ സാധനം എത്രയും പെട്ടെന്ന് ഇവിടെ മാറ്റിയിട്ട് കളക്ടർ ആയാലും ഹൈക്കോടതിയിലിരിക്കുന്ന അവരായാലും ആരായാലും ഇവർക്ക് അതിനുള്ള ഇത് കൊടുക്കണം. ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് അവർക്ക് കൊടുക്കണം. കൊടുത്തത് മാറ്റാനുള്ളത് കൊടുക്കണം. ഈ കഴിഞ്ഞ ദിവസം നിരവധി പേരാണ് പുലർച്ചെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസവും ഇത് തന്നെയാണ്. നേരത്തെയും ഇത്തരത്തിലെ വണ്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? പിന്നെ എസ്ഐയുടെ മധ്യസ്ഥ വണ്ടി 2 ആഴ്ച മുമ്പ് ഞങ്ങൾ കയറ്റി വിട്ട് ഇനി വരത്തില്ലെന്ന് ഉറപ്പ് വന്നുകൊണ്ട് ഞങ്ങൾ വണ്ടി കയറ്റി വിട്ട്. അന്ന് വെളുപ്പങ്ങാലത്ത് വീണ്ടും ലോഡ് വന്ന് ഇവർ തടഞ്ഞപ്പോൾ ഇവരെ പോലീസുകാർ എടുത്ത് മാറ്റിയിട്ട് അവർ കൊണ്ടുപോയി. പിന്നെ നിരന്തരം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ വെച്ച് കളക്ടറേറ്റ് മാർച്ചൊക്കെ ഒന്ന് കഴിഞ്ഞോട്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. കളക്ടറേറ്റ് മാർച്ച് കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഇല്ല. അവിടെ ആരെയും പേടിയില്ല. 7 മണി കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ കൂടെ അവരിങ്ങനെയൊക്കെ പാട്ടും പാടി ഇങ്ങനെ കൊണ്ടുപോവുക. ഇന്നലെ ഞങ്ങൾ 2 ദിവസം കൊണ്ട് ദുർഗന്ധം കൂടിയപ്പോൾ ഞാൻ കമ്മിറ്റി വിളിച്ചു കൂട്ടി. കമ്മിറ്റി കഴിഞ്ഞിട്ട് ഈ വണ്ടി തടയാന്നുള്ള തീരുമാനമായി. അങ്ങനെയാണ് ഇന്നലെ വണ്ടി തടയാൻ എല്ലാവരും കൂടെ വന്ന് ഈ വണ്ടി തടഞ്ഞേക്കുന്നത്. സ്ത്രീകളെ മർദ്ദിച്ചിരുന്നു കഴിഞ്ഞ അന്നേ തുടക്കം തൊട്ടേ അടിയാ. തുടക്കം തൊട്ട് ഈ സമരത്തിന് ഇറങ്ങുമ്പോഴെല്ലാം സ്ത്രീകളെ അടിയാ. ഈ കൊച്ചിനെ ഈ ബിൻസിനെ കൈ പിടിച്ച് വലിച്ചെറിഞ്ഞ് കയ്യൊന്ന് കാണിച്ചു. വീഡിയോ കൊണ്ട് പോലീസുകാരോട്ട് വീഴുന്ന വീഡിയോ ഉണ്ട്. വേണമെങ്കിൽ അത് ഇട്ടുതരാം. നമ്പർ പറഞ്ഞാൽ അത് ഇട്ടുതരാം. തീർച്ചയായും വലിയ തരത്തിലുള്ള ഒരു പ്രക്ഷോഭം തന്നെയാണ് ഈ പ്രദേശത്ത് നടക്കുന്നത്. ജനങ്ങളെല്ലാം തന്നെ ഈ വാഹനം എത്രയും വേഗം ഇവിടെ നിന്ന് മാറ്റണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും മാലിന്യമാണ്, ഈ അറവ് മാലിന്യങ്ങളാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ജലം അത് ഈ റോഡിലൊക്കെ വീഴുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയൊരു ദുർഗന്ധം ഈ പ്രദേശത്തുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് പോലും ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. എല്ലാവരും മാസ്ക് വെച്ചേക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഈ ഒരു പ്രദേശത്ത് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ ഒരു റോഡിലൂടെ ഉൾപ്പെടെ സ്കൂളിലോട്ട് പോകുന്നത്. പക്ഷേ അവർക്കൊന്നും മനസമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന സാഹചര്യമല്ല എന്നുള്ളതാണ്. അവർ തന്നെയാണ് ഈ ഒരു പ്രക്ഷോഭം ഇപ്പോൾ പുലർച്ചെ മുതൽ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനൊരു തീരുമാനമാകുന്നത് വരെ തന്നെ ഈ പ്രക്ഷോഭം തുടരുമെന്നാണ് ഈ പ്രദേശവാസികളൊക്കെ തന്നെ നമ്മളോട് പറയുന്നത്. വീണ, ശരി, മനോജിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്നും അവരുടെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ് എത്ര വലിയ ദുരിതമാണ് അവർ അനുഭവിക്കുന്നത് എന്നുള്ളത്. കൃത്യമായി കോഴി മാലിന്യം അടക്കം അറവ് വേസ്റ്റുകൾ ഒക്കെയും ഇങ്ങോട്ട് അശാസ്ത്രീയമായി കൊണ്ടുവരികയും അശാസ്ത്രീയമായി തന്നെയാണ് ഈ മാലിന്യ പ്ലാന്റ് പ്രവർത്തിക്കുന്നതെന്നും അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ കാലങ്ങളായുള്ള പ്രതിഷേധവും ഒരു തരത്തിലുമുള്ള ഫലം കാണുന്നില്ല. ഈ ദുർഗന്ധം വമിച്ചുകൊണ്ടേയിരിക്കുന്നു, അവിടെ മാലിന്യം കൊണ്ട് തള്ളിക്കൊണ്ടേയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു നാടൊന്നടങ്കം പ്രതിഷേധത്തിൻ്റെ പാതയിലാണ്.